ഹായ് ഗായ്സ്, നമ്മൾ പിന്നെയും വന്നിട്ടുണ്ട്. ഹായ് ഗായ്സ്, നമ്മുടെ രണ്ടാമത്തെ വീഡിയോ ആണ്. ഇന്ന് നമ്മൾ വന്നത് ബിഗ് ബോസ് റിയാക്ടിങ് വീഡിയോ ആയാണ്. ഞാൻ ബിഗ് ബോസ് ഒന്നും കാണില്ല. ഞാൻ സാധാരണ അങ്ങനത്തെ പരിപാടിയൊന്നും കാണാത്ത ആളാണ്. ഇത് ഒരു സീസണും കണ്ടിട്ടില്ല. ഈ സീസണും ഞാൻ കണ്ടിട്ടില്ല. ഇവ കണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഇവന്റെ കുറച്ച് അഭിപ്രായങ്ങളും കാര്യങ്ങളും നമുക്ക് ഇതിലൂടെ പങ്കുവെക്കാം. ഓക്കെ, ഞാനിത് ആദ്യമായിട്ടാണ് ബിഗ് ബോസ് എന്ന് പറഞ്ഞ പരിപാടി കാണുന്നത്. എല്ലാ പ്രാവശ്യവും അമ്മയെല്ലാം ഇങ്ങനെ വെക്കുമ്പോ ജസ്റ്റ് അതിലൂടെ പോയാൽ പോലും ഞാൻ ഈ പരിപാടി നോക്കില്ല. വെറും ഒച്ചപ്പാട് പോലത്തെ ഒരു പരിപാടി ആയതുകൊണ്ട് ഞാൻ ആ ഭാഗത്ത് തിരിഞ്ഞു. അത് ഞാൻ ശ്രദ്ധിച്ചിനി. വെറും അടിയായിരിക്കും. ഞാൻ ഇങ്ങനെ ഒഴിവാക്കി തന്നെ ഈ അടി, ഇവരെ പ്രശ്നങ്ങള് എന്തെല്ലോ മറ്റേ കുടുംബശ്രീ പോലത്തെ പരിപാടിയാന്ന് വിചാരിച്ച് ഞാൻ ഒഴിവാക്കിയ കേസാണ്. പിന്നെ ഞാൻ അങ്ങനെ കാണാനൊന്നും പോയിട്ടൊന്നുമില്ല. അപ്പൊ ജസ്റ്റ് ഞാൻ ഇപ്രാവശ്യം എന്തായാലും സീസൺ 7 തുടങ്ങുന്നത് കൊണ്ട് 7ന്റെ കളി എന്നെല്ലാം പറഞ്ഞിട്ടുള്ള പ്രൊമോഷൻ ആയതുകൊണ്ട് എന്നാ ഇതിന്റെ ഉള്ളിൽ ഇവർ കളിക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് കാണാൻ തുടങ്ങിയത്. അപ്പൊ ഇന്നലെ ഞാൻ കണ്ട് ആദ്യം കണ്ടസ്റ്റൻസിനെ പറ്റി പറയുന്നത് ഞങ്ങൾക്ക് 10-22 ആളുണ്ട്. കറക്റ്റ് എണ്ണമൊന്നും അറിയില്ല. 22 ആളുണ്ട്. അതിൽ തന്നെ നമുക്ക് ഹൈലൈറ്റ് ആയിട്ട് എടുത്തു പറയാൻ പറ്റിയ രേണുസുധി ഉണ്ട്, പിന്നെ അഭിലാഷ് ഉണ്ട്, അപ്പാനി ശരത്ത് ഉണ്ട്, പിന്നെ അനീഷ് എന്ന് പറഞ്ഞ ഓനൊന്നും ആദ്യം അറിയൊന്നുമില്ല. പരിപാടി തുടങ്ങിയപ്പോൾ അനീഷിനെയാണ് ഞാൻ ആദ്യമായിട്ട് ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. പിന്നെ അനുമോൾ ഉണ്ട്. അങ്ങനെ കുറച്ച് കണ്ടസ്റ്റൻസ് ആണ് ഉള്ളത്. എനിക്ക് നിരാശ എന്ന് പറഞ്ഞാല് ഒന്നാമത് നമ്മുടെ അലൻ ജോസ് പെരേര ഇല്ല, രണ്ടാമത് സായി പോപ്പി ഇല്ല, മൂന്നാമത് ആറാട്ടണ്ണനും ഇല്ല. ഇവരെ പ്രതീക്ഷിച്ച് ഞാൻ നിന്നത്. പക്ഷെ അവര് മൂന്നാളും ഇല്ല. എന്നാലും ജസ്റ്റ് കണ്ടു നോക്കാന്ന് ഞാൻ വിചാരിച്ചു. അങ്ങനെ കണ്ടു നോക്കി. ഒരോളം ഉണ്ടാവും. പക്ഷേ എനക്ക് തോന്നുന്നു ഓർ അത്ര വരൂലെങ്കിലും അനീഷ് അത്യാവശ്യം ഓളം ഉണ്ടാക്കുന്നുണ്ടെന്നാ തോന്നുന്നത്. ഇനിയിപ്പോ നമുക്ക് അറിയേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഫസ്റ്റത്തെ ദിവസത്തെ കാര്യങ്ങളാണ് നമുക്ക് ഇനി അറിയേണ്ടത്. അപ്പൊ നീ അത് കണ്ടിട്ടുണ്ടാവില്ലേ? ഞാൻ കണ്ടതാ. അപ്പൊ നീ അതിനെ പറ്റിട്ടൊന്ന് പറഞ്ഞാൽ നോക്കാം നമുക്ക്. ഫസ്റ്റത്തെ ദിവസത്തെ പറ്റി പറയുന്നതാണെങ്കിൽ ഞാൻ ആദ്യമായിട്ട് ഇത് കാണുമ്പോ ഞാൻ ആദ്യമായിട്ട് കാണുന്നതായിട്ട് എനിക്ക് ആദ്യം വലിയ ഐഡിയ കിട്ടിയില്ല. പക്ഷെ ഫസ്റ്റത്തെ ദിവസം തന്നെ ഹൈലൈറ്റ് ആയിട്ട് എനിക്ക് തോന്നിയത് ഒന്നാമത് രേണുസുധീന്റെ എൻട്രി. അവള് കയറി വന്നപാട് ഉള്ളിൽ കയറിയ പാട് അവള് പറഞ്ഞത് ഞാനെത്തി സുധിയായിട്ടാണ്. അതൊരു തരത്തില് ഒരു ഹൈപ്പ് ക്രിയേറ്റ് വേണ്ടിയിട്ട് അവള് പറഞ്ഞതായാലും അതൊരു കോമഡി പീസ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. സുധിയേട്ടൻ ഇപ്പൊ വിചാരിക്കുന്നത് എന്ന് വെച്ചാല് മരിച്ചാൽ പോലും ഇവിടെ എനിക്ക് സമാധാനം തരൂല എന്നുള്ളതാണ് സുധി ഇപ്പൊ വിചാരിക്കുന്നതായിട്ട് എനിക്ക് തോന്നുന്നത്. കാരണം ഇൻസ്റ്റാഗ്രാമിൽ കുറെ പറയിപ്പിച്ച് അടുത്തതായിട്ട് ബിഗ് ബോസിൽ പറയിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് രേണുസുധി കയറി വന്നതെന്ന് എനിക്ക് തോന്നുന്നത്. പിന്നാന്ന് വെച്ചാൽ രേണുസുധി കയറി വന്നതല്ലടാ, എനിക്ക് തോന്നുന്നത് അവൾക്കൊരു ഓളം സൃഷ്ടിക്കാൻ ദാസേട്ടൻ കോഴിക്കോട് ഒപ്പരം വേണതാണ്. ദാസേട്ടൻ ബിഗ് ബോസിൽ എടുക്കാതെ കൊണ്ട് ഇവിടെ അവിടെ വന്നിട്ട് ഇരിക്കുമെന്ന്, വെറുതെ ഇരിക്കുമെന്ന്. ഒന്നുമില്ല കാര്യമായിട്ട് ഒന്നും ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നിയില്ല. വെറുതെ ഇരിക്കുമെന്ന്. പിന്നാന്ന് വെച്ചാൽ ഞാൻ കുറെ പ്രതീക്ഷിച്ച് വെച്ചൊരു കണ്ടസ്റ്റന്റ് നമ്മൾ അഭിലാഷാണ്. അഭിലാഷ് അത്യാവശ്യം നല്ല പെർഫോമൻസ് ഉണ്ടാവുന്നതാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ ഫസ്റ്റത്തെ ഒരു എപ്പിസോഡേ കഴിഞ്ഞിട്ടുള്ളൂ. പിന്നാന്ന് വെച്ചാൽ അഭിലാഷിന്റെ അടുത്ത് പറയാന്ന് വെച്ചാല് ഇവർക്കെന്ത് സംഭവിക്കാൻ എനിക്ക് തോന്നിയതെന്ന് വെച്ചാല് കേറിയല്ലോ, കേറിയിട്ട് ഒരു ഓളം ഉണ്ടാക്കാനായിരിക്കും പറ്റിയില്ല. അക്കണക്കിന് അനീഷ് എന്ന് പറഞ്ഞ ഒരു കണ്ടസ്റ്റന്റ് ഉണ്ട്, കോമൺമാന്റെ പ്രതിനിധിയായിട്ടാണ് വന്നത്. ചെങ്ങായി വന്നപാടെ ഒരു ഓളം ക്രിയേറ്റ് ചെയ്ത്. ചെങ്ങായി ഫസ്റ്റ് ഇപ്പൊ അനുമോള് കയറി വന്നപ്പോ അത് അനുമോള് എന്നെ അറിയുമെന്ന് ചോദിച്ചപ്പോ അനീഷ് പറഞ്ഞ് ഇല്ല എന്ന് പറഞ്ഞു. അപ്പൊ എന്നെ അറിയില്ലേന്ന് ചോദിച്ചപ്പോ അവള് പറഞ്ഞ അനീഷ് പറഞ്ഞ അറിയാം, പക്ഷെ ശരിക്കും TV കാണുന്ന പോലെയല്ല, വ്യത്യാസം ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഓളെ ട്രോളി. അപ്പൊ അനീഷ് അങ്ങനെയാണ് കയറിയത്. പക്ഷെ ഒരു ഹിന്ദിക്കാരി ഉണ്ട്, അവളെ പേരൊന്നും എനിക്ക് കറക്റ്റ് അറിയില്ല. പക്ഷെ അവളെ എന്തിനാ ഇതിൽ കൂട്ടിയതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അവൾക്ക് സംഭവം എന്ന് വെച്ചാൽ ഇന്നലെ അനീഷും അഭിലാഷും ഒരു ഇഷ്യൂ ഉണ്ടായി. അതിൽ തന്നെ ഇവക്കൊന്നും തിരിയുന്നൊന്നുമില്ല. ഇത് മലയാളത്തിലല്ലേ, ഇവക്ക് മലയാളം അറിയില്ലല്ലോ. ഇവക്ക് ഒന്നും തിരിയാണ്ട് ഇവള് വെറുതെ അവളെല്ലാം പെട്ടെന്ന് എലിമിനേറ്റ് ആവുന്ന എനിക്കൊന്നു. ഒന്നാമത് എന്റെ ഒരു അഭിപ്രായത്തിൽ മലയാളം അറിയുന്നോട്ട് എടുത്തിട്ടേ കാര്യമുള്ളൂ. അവക്കൊന്നും ഇല്ലെന്ന് ഹിന്ദി ബിഗ് ബോസ് പോയ പോലെ. അതുപോലെ തന്നെ ഇന്നലെ ഉണ്ടായ ഇഷ്യൂനെ പറ്റി